ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പാപത്തിൻ്റെ വേതനം മരണമാണ്. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു വഴിയുള്ള നിത്യജീവനും. പാപത്തിൻ്റെ വേതനം മരണമാണ്. ദൈവത്തിൻ്റെ ദാനമാകട്ടെ നമ്മുടെ കർത്താവ് ഈശോ മിശിഹാ വഴിയുള്ള നിത്യജീവനും. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 22-ാം വാക്യം. പ്രിയപ്പെട്ടവരെ, ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന വാക്കുകൾ നമുക്കൊന്ന് ശ്രദ്ധിക്കാം. പാപത്തിൻ്റെ വേതനം മരണമാണ്. എന്താണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത്? പാപത്തിൻ്റെ കൂലി എന്ന് പറയുന്നത് മരണം എന്ന കൂലിയാണ്. പാപം ചെയ്യുന്നവന് ലഭിക്കുന്ന കൂലി, വേതനം എന്ന് പറയുന്നത് മരണം എന്ന് പറയുന്ന കൂലിയാണ്. നമ്മളിത് കേൾക്കുമ്പോൾ എന്തായിരിക്കും നമ്മുടെ മനസ്സിലേക്ക് ആദ്യമേ ഓടിയെത്തുക? മരണം എന്ന വാക്കിൻ്റെ അർത്ഥം, മരണം എന്ന പദം കേൾക്കുമ്പോൾ മനസ്സിലേക്ക് വരുന്ന ചിന്ത, ശരീരത്തിൽ നിന്ന് ജീവൻ വേർപെട്ടു പോകുന്ന അവസ്ഥ. ഇതിനെയാണല്ലോ നമ്മൾ മരണം എന്ന് പറയുന്നത്. തീർച്ചയായിട്ടും അതുതന്നെയാണ് മരണം. പക്ഷേ ബൈബിളിൽ മരണം എന്ന വാക്ക് നമ്മൾ വായിക്കുമ്പോൾ, അല്ലെങ്കിൽ മരണം എന്ന വാക്ക് പ്രതിപാദിക്കുമ്പോൾ വളരെ വിശാലമായ ഒരു അർത്ഥം ആ പദത്തിനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. എന്താണ് മരണം എന്ന വാക്കുകൊണ്ട് ബൈബിൾ അർത്ഥമാക്കുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാപത്തിൻ്റെ വിവരിക്കാനാകാത്ത, വിവരണങ്ങൾക്ക് അതീതമായ ദുരന്ത ഫലങ്ങളെ മുഴുവൻ പ്രതീകവൽക്കരിക്കുന്ന ഒരു വാക്കാണ് മരണം. പാപത്തിൻ്റെ വിവരിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തുള്ള, വിവരണങ്ങൾക്കൊക്കെ അതീതമായ ദുരന്തഫലങ്ങൾ. പാപത്തിന് ദുരന്ത ഫലമുണ്ട്, അത് വിവരിക്കാൻ സാധിക്കുന്നതിനും അപ്പുറത്തായി നിൽക്കുന്ന അത്രത്തോളം വലിയ ദുരന്ത ഫലമാണ്. ഈ ദുരന്ത ഫലങ്ങളെ മുഴുവനും ഉദ്ദേശിച്ചുകൊണ്ട് അപ്പസ്തോലൻ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് മരണം എന്നുള്ള വാക്ക്. ഇവിടെ മരണം എന്ന വാക്കുകൊണ്ട് കുറേ അധികം കാര്യങ്ങൾ അർത്ഥമാക്കപ്പെടുന്നു. ഒന്നാമത്തേത്, ദൈവത്തിൽ നിന്നുള്ള വേർപെടൽ. പാപം ചെയ്യുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന്, ദൈവിക ജീവനിൽ നിന്ന് വേർപെട്ടു പോകുന്നു. ഈ ആശയം വ്യക്തമാക്കാൻ വേണ്ടി മരണം എന്ന വാക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അതുപോലെ തന്നെ ആന്തരികമായി ഒരു വ്യക്തിക്കുള്ള ശക്തി അത് നശിപ്പിച്ച് കളയുന്നു, പാപം നശിപ്പിച്ച് കളയുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ശരീരത്തിൻ്റെ അധമവാസനകളോട് യുദ്ധം ചെയ്ത് അതിനെ കീഴ്പ്പെടുത്താൻ വേണ്ട ആന്തരിക ശക്തി നമുക്കുണ്ട്. ഈ ആന്തരിക ശക്തിയെ ശോഷിപ്പിക്കുന്നു, നിർവീര്യമാക്കുന്നു, ഇല്ലാതെയാക്കുന്നു പാപം. അതുകൊണ്ടാണ് നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ ഇപ്രകാരം വായിക്കുന്നത്: ആഗ്രഹിക്കുന്ന നന്മയല്ല, ആഗ്രഹിക്കാത്ത തിന്മ ചെയ്തു പോകുന്നു. എൻ്റെ ആഗ്രഹം നന്മ ചെയ്യാനാണ്, എൻ്റെ ഇഷ്ടം നന്മ ചെയ്യാനാണ്, തിന്മ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹമില്ല. പക്ഷെ നിർഭാഗ്യവശാൽ ഞാൻ ആഗ്രഹിക്കാത്ത ഒരു തിന്മ ഞാൻ ചെയ്തു പോകുന്നതിൻ്റെ കാരണം ആ തിന്മയുടെ മേൽ എനിക്കുണ്ടായിരുന്ന ആന്തരിക ശക്തി എൻ്റെ പാപം മൂലം, നേരത്തെയുള്ള പാപം മൂലം കുറഞ്ഞ് ശോഷിച്ച് ഇല്ലാതെയായി പോകുന്നു. ഇതാണ് മരണം എന്ന വാക്കുകൊണ്ട് രണ്ടാമതായി അർത്ഥമാക്കുക. മൂന്നാമതായി ബന്ധങ്ങളുടെ തകർച്ച, ബന്ധത്തകർച്ച. മനുഷ്യരുമായൊക്കെയുള്ള നമ്മുടെ ബന്ധം ഈ പാപത്തിൻ്റെ ഫലമായി തകർന്നു പോകുന്നു. കൂട്ടിയോജിപ്പിക്കാനാകാത്ത വിധത്തിലുള്ള തകർച്ചകളിലേക്ക് ഈ പാപം നമ്മളെ നയിക്കുന്നു. ഇതാണ് മരണം എന്ന വാക്കിൻ്റെ മൂന്നാമത്തെ അർത്ഥമായി ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുക. നാലാമതായി പ്രകൃതിയുമായുള്ള ബന്ധത്തകർച്ച. സൃഷ്ടപ്രപഞ്ചം മനുഷ്യന് എതിരായി മാറുന്നു. ബൈബിളിൽ നമ്മൾ വായിക്കുന്നുണ്ട്: നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിത്തീരും, ഞെരിഞ്ഞിലുകളും മുള്ളുകളും നിനക്കെതിരായി അത് പുറപ്പെടുവിക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൽ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. പ്രപഞ്ചം നമുക്കെതിരായി മാറുന്നു. അഞ്ചാമതായി രോഗവും ശാരീരിക മരണവും. ഇങ്ങനെ അഞ്ച് തരം കാര്യങ്ങളെ, പ്രധാനമായും 5 കാര്യങ്ങളെ മരണമെന്ന ഒറ്റ വാക്കുകൊണ്ട് ഇവിടെ അപ്പസ്തോലൻ അർത്ഥമാക്കുന്നുണ്ട്, അല്ലെങ്കിൽ വചനം അർത്ഥമാക്കുന്നുണ്ട്. പാപത്തിൻ്റെ വേതനം മരണമാണ് എന്ന് പറയുമ്പോൾ ഈ മരണമെന്ന വാക്കിലൂടെ ഈ 5 തരം പ്രത്യാഘാതങ്ങളെ, അല്ലെങ്കിൽ പാപത്തിൻ്റെ വിവരണാതീതമായി വിവരിക്കാനും വിശദീകരിക്കാനും, ഈ 5 കാര്യങ്ങൾ മാത്രമല്ല, ഒട്ടനവധി പ്രത്യാഘാതങ്ങൾ പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്നുണ്ട്. അതിനെ ഒരു സമഗ്രഹിച്ച് നമുക്കൊരു 5 രീതിയിൽ പറയുകയാണെങ്കിൽ ആ ഒരു അർത്ഥത്തിൽ നമുക്ക് പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങളെ മുഴുവനും ഉൾക്കൊള്ളുന്ന വിധത്തിൽ ഈ മരണം എന്ന വാക്കിനെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. ഒരു വിശാലമായ അർത്ഥത്തിൽ ചിന്തിക്കുകയാണെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്നു, അല്ലെങ്കിൽ പാപത്തിൻ്റെ മൊത്തം പരിണത ഫലങ്ങളെ നമുക്ക് വേണമെങ്കിൽ ഒരു 4 വിഭാഗമായിട്ടൊന്ന് തിരിക്കുകയാണെങ്കിൽ അതിനെ ഇങ്ങനെ എളുപ്പത്തിൽ മനസ്സിലാക്കാം. ഒന്ന്, ഞാൻ ദൈവവുമായുള്ള ബന്ധം തകർന്നു പോകുന്നു, ഞാൻ എന്നോട് തന്നെയുള്ള ബന്ധം തകർന്നു പോകുന്നു, ഞാൻ മനുഷ്യരുമായുള്ള ബന്ധം തകർന്നു പോകുന്നു, ഞാൻ പ്രകൃതിയുമായുള്ള ബന്ധം തകർന്നു പോകുന്നു. ഈ വിധത്തിലും നമുക്ക് പാപത്തിൻ്റെ ദുരന്ത ഫലത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും.
എന്നാൽ ഇതിനൊക്കെ ഉപരിയായി പാപത്തിൻ്റെ പരിണിതഫലം എന്ന് പറയുന്നത് ബൈബിൾ മുഴുവൻ നമ്മൾ വായിക്കുമ്പോൾ, ഉൽപ്പത്തി തൊട്ട് വെളിപാട് വരെയുള്ള പുസ്തകങ്ങൾ വായിക്കുമ്പോൾ, പാപം സർവനാശം വരുത്തി വെക്കുമെന്നുള്ള കാഴ്ചപ്പാടാണ് വിശുദ്ധ ഗ്രന്ഥകർത്താക്കൾക്കുള്ളത്. പാപം സർവനാശം, മനുഷ്യൻ്റെ ശാരീരിക, മാനസിക, ആധ്യാത്മിക തലങ്ങളെ മുഴുവനായും തകർത്തെറിയുന്ന, അല്ലെങ്കിൽ സമ്പൂർണമായ ദുരിതത്തിലേക്കും ദുരന്തത്തിലേക്കും തകർച്ചയിലേക്കും മനുഷ്യനെ തള്ളിവിടാൻ പാപത്തിന് സാധിക്കുമെന്നാണ് വിശുദ്ധ ഗ്രന്ഥത്തിലുടനീളം നമ്മൾ വായിക്കുമ്പോൾ, വചനത്തെ ധ്യാനിച്ച് പ്രാർത്ഥിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമുക്ക് തിരിച്ചറിയാനായിട്ട് സാധിക്കുക. ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ ഭയം തോന്നുമായിരിക്കാം. പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങളെക്കുറിച്ചൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് ഭയം തോന്നുമായിരിക്കാം. ഒരിക്കലും പാപത്തെക്കുറിച്ച് പറയുന്നത്, പാപത്തിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച് പറയുന്നത് ആരെയും ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, ആരെയും പേടിപ്പിക്കാൻ വേണ്ടിയിട്ടല്ല. പിന്നെയോ നമ്മൾ അതിൻ്റെ ദുരന്തഫലങ്ങൾ മനസ്സിലാക്കേണ്ടത് തീർച്ചയായിട്ടും ആവശ്യമാണ്. മാത്രമല്ല, പാപം ചെയ്ത് ദുരന്തങ്ങളിലേക്ക് നമ്മൾ പോയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ പാപത്തിൻ്റെ പരിണിതഫലങ്ങൾ നമ്മൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കുമെന്ന് തിരിച്ചറിയാൻ കൂടെ, അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയാൻ വേണ്ടി കൂടെയാണ് നമ്മൾ പാപത്തിൻ്റെ ദുരന്ത ഫലങ്ങളെ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുന്നത്. ഉദാഹരണത്തിന്, എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാൾ ഇതാ എൻ്റെ ഒരു മുറിയിലിരിക്കുന്നു. ഞാൻ നോക്കുമ്പോൾ അദ്ദേഹം ഇരിക്കുന്ന കസേരയുടെ അടിയിൽ ഒരു പാമ്പ് ചുരുണ്ടുകൂടി കിടക്കുന്നു. ഞാൻ പാമ്പിനെ കണ്ടു, പക്ഷേ ആ കസേരയിൽ ഇരിക്കുന്ന എൻ്റെ സുഹൃത്ത് ആ പാമ്പിനെ കണ്ടിട്ടില്ല. ഞാൻ എന്ത് ചെയ്യും? പാമ്പ് എന്ന് ആ വ്യക്തിയോട് പറയും. തീർച്ചയായിട്ടും അത് കേൾക്കുമ്പോൾ, കസേരയുടെ അടിയിൽ പാമ്പുണ്ട് എന്ന് അറിഞ്ഞു കഴിയുമ്പോൾ ആ വ്യക്തി ഭയപ്പെടും എന്നുള്ളത് സ്വാഭാവികമാണ്. പക്ഷേ ആ വ്യക്തിയെ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടല്ല, മറിച്ച് ആ വ്യക്തിയെ പാമ്പ് കൊത്താതിരിക്കാൻ സുരക്ഷിതനായി അവിടെ നിന്ന് മാറുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിത് പറയുന്നത്. എന്നതുപോലെ പാപത്തിൻ്റെ ദുരന്തങ്ങളെക്കുറിച്ച്, പാപത്തെക്കുറിച്ചൊക്കെ നമ്മൾ പറയുന്നതും അല്ലെങ്കിൽ വചനത്തിൽ വായിക്കുന്നതും ഈ ഭാഗങ്ങളൊക്കെ ധ്യാനിക്കുന്നതും ഭയപ്പെടാൻ വേണ്ടിയിട്ടല്ല, മറിച്ച് പാപത്തിൽ നിന്നും ദൂരെ അകലാൻ വേണ്ടിയിട്ടും, പാപത്തിൻ്റെ പരിണിതഫലങ്ങളിൽ നമ്മൾ പോയി പെടാതിരിക്കാൻ വേണ്ടിയിട്ടും, അങ്ങനെ പാപത്തിൻ്റെ പരിണിതഫലങ്ങൾ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ടുമാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം, പാപം സർവനാശം വരുത്തി വയ്ക്കുമെന്ന് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ മനസ്സിലാക്കാൻ സാധിക്കുമ്പോൾ, വചനത്തിൻ്റെ വെളിച്ചത്തിൽ എന്തൊക്കെ ദുരന്ത ഫലമാണ് പാപം ചെയ്യുന്നൊരു വ്യക്തിയുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. ഒന്നാമത്തേത് നമുക്ക് കാണാൻ സാധിക്കുക, ഭാര്യാഭർത്തൃ ബന്ധം പോലെയുള്ള അതിഗാഠമായ സ്നേഹബന്ധത്തിൽ പോലും വിള്ളലുണ്ടാക്കാൻ പാപത്തിന് സാധിക്കും. ഭാര്യാഭർത്തൃ ബന്ധം പോലെ ഏറ്റവും ഗാഠമായ സ്നേഹബന്ധത്തിൽ പോലും വിള്ളലുണ്ടാക്കാൻ പാപത്തിന് സാധിക്കും. ഇവിടെ ഭാര്യാഭർത്തൃ ബന്ധം എന്ന് പറയാൻ കാരണം, മനുഷ്യരെ ദൈവം സൃഷ്ടിക്കുമ്പോൾ ഈ സ്ത്രീ പുരുഷ ബന്ധം, ഭാര്യാഭർത്തൃ ബന്ധം അതാണ് ഏറ്റവും സുദൃഢമായ വിധത്തിൽ, ഏറ്റവും ആഴമായ ഒരു ബന്ധമായി ദൈവം ഈ ഭൂമിയിൽ സൃഷ്ടിച്ചിട്ടുള്ള ഏറ്റവും ആഴമായ ഒരു ബന്ധമാണത്. ഉൽപ്പത്തിയുടെ പുസ്തകം 2-ാം അധ്യായം 23-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നുണ്ട്, ഹവ്വയെ സൃഷ്ടിച്ച ആദത്തിന് മുൻപിൽ നിർത്തുമ്പോൾ ആദം പറയുന്നത് എന്താണ്? എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും എൻ്റെ മാംസത്തിൻ്റെ മാംസവും. ആദത്തെ ഉറക്കിക്കിടത്തി വാരിയിൽ നിന്ന് ഒന്ന് ഊരിയെടുത്ത് അതിൽ നിന്നാണ് ദൈവം ഹവ്വയെ സൃഷ്ടിക്കുന്നതായി ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുക. എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആഴമായ ബന്ധമാണ്, അത്രയും സുദൃഢമായ ബന്ധമാണ് ഭാര്യ-ഭർത്തൃ ബന്ധം. ദൈവം അങ്ങനെയാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്, ദൈവം അങ്ങനെയാണ് രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ജീവിത പങ്കാളിയോടുള്ള ബന്ധം അത്രയും ഗാഠമായ, അത്രയും ആഴത്തിലുള്ള ഒരു പരസ്പര പൂരകമായ ഒരു ബന്ധമായിട്ടാണ് ദൈവം ആ ബന്ധത്തെ രൂപപ്പെടുത്തിയിട്ടുള്ളത്. എന്നാൽ ആ ബന്ധത്തിൽ പോലും വിള്ളലുണ്ടാക്കാനും പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിലുള്ള വിള്ളലുകൾ ഉണ്ടാക്കാൻ ആ ബന്ധത്തിൽ പോലും കാരണമായിത്തീരുന്നു പാപമെന്ന് വചനം നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഉൽപ്പത്തിയുടെ തന്നെ പുസ്തകം 3-ാം അധ്യായം 11-12 വാക്യങ്ങൾ നമ്മൾ വായിക്കുന്നുണ്ട്. പാപം ചെയ്ത ആദ്യ മനുഷ്യരുടെ മുൻപിൽ ദൈവം പ്രത്യക്ഷപ്പെട്ട് ചോദ്യം ചെയ്യുന്നു. ദൈവം ചോദിക്കുന്ന ആദത്തോടാണ് ആദ്യം ചോദിക്കുന്നത്. ആദം പറയുന്ന ഉത്തരം എന്താണ്? ആദം പറയുന്ന ഉത്തരം ഇതാണ്: നീ എനിക്ക് കൂട്ടിന് തന്ന സ്ത്രീയാണ് എന്നെക്കൊണ്ടിത് ചെയ്യിച്ചത്. എൻ്റെ അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവും എന്ന് ഹവ്വയെ വിളിച്ച അതേ ആദം അതേ നാവ് കൊണ്ട് തന്നെ ഇപ്പോൾ പറയുന്നു, നീ എനിക്ക് കൂട്ടിന് തന്ന ആ സ്ത്രീ എന്ന്. അസ്ഥിയുടെ അസ്ഥിയും മാംസത്തിൻ്റെ മാംസവുമായിരുന്ന ഹവ്വ ഇപ്പോൾ വെറും ഒരു സ്ത്രീ മാത്രമായി, അതും കൂട്ടിന് നൽകപ്പെട്ട വെറും ഒരു സ്ത്രീ മാത്രമായി ആദത്തിൻ്റെ ജീവിതത്തിൽ മാറുന്നു. എന്ന് മാത്രമല്ല, ആദം താൻ ചെയ്ത തെറ്റിൻ്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നതിന് പകരം ആരോപണം ഉന്നയിക്കുന്നു ഹവ്വയിലേക്ക്. ഹവ്വ കാരണമാണ് എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചത്. ഇത് അവർ തമ്മിലുള്ള ബന്ധം അവിടെ മുറിയുകയാണ്, അവരുള്ള ബന്ധം അവിടെ തകരുകയാണ്. ശരിക്കും ആദത്തിന് കൽപ്പന കൊടുത്തത് ദൈവമാണ്. ആര് പ്രലോഭിപ്പിച്ചാലും, ആര് നിർദ്ദേശിച്ചാലും
ആദം ആ കൽപ്പന പാലിക്കണമായിരുന്നു, വിലക്കപ്പെട്ട കനി കഴിക്കരുതായിരുന്നു. പക്ഷെ ആദം എന്ത് ചെയ്തു? ഹവ ആവശ്യപ്പെട്ടപ്പോൾ ആദം അത് കഴിച്ചു. അങ്ങനെ ആദം ദൈവത്തിനെതിരെ തെറ്റ് ചെയ്തു. ദൈവത്തിനെതിരെ ആദം തെറ്റ് ചെയ്തപ്പോൾ ദൈവവുമായുള്ള ബന്ധം മാത്രമല്ല, തൻ്റെ ജീവിത പങ്കാളിയുമായുള്ള ബന്ധവും അവിടെ മുറിഞ്ഞു പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുക. പ്രിയപ്പെട്ടവരെ, സത്യത്തിൽ ആദം ഇവിടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നതിന് പകരം ഹവയിലേക്ക് കുറ്റം ആരോപിക്കുന്നു. ഇവിടെ ബന്ധം തകർന്നു എന്ന് നമുക്ക് എങ്ങനെ മനസ്സിലാക്കാൻ സാധിക്കുക? ബന്ധം തകരുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. നമുക്ക് ഒരുപാട് സ്നേഹമുള്ള ഒരു വ്യക്തി ഒരു തെറ്റ് ചെയ്താൽ ഒരു പക്ഷേ നമ്മൾ ആ തെറ്റിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും, ആ വ്യക്തി ശിക്ഷിക്കപ്പെടാതിരിക്കാൻ. അത്തരത്തിലുള്ള സംഭവങ്ങൾ, അനുഭവങ്ങൾ ഒരുപക്ഷെ നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ചില കഥകളിലെങ്കിലും നമ്മൾ അങ്ങനെ വായിച്ചിട്ടുണ്ട്, ചില സിനിമകളിലൊക്കെ നമ്മൾ അങ്ങനെ കണ്ടിട്ടുണ്ട്. സ്വന്തം സഹോദരന് വേണ്ടി, സ്വന്തം സഹോദരിക്ക് വേണ്ടി, സ്വന്തം ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി, സ്വന്തം മാതാപിതാക്കൾക്ക് വേണ്ടി അല്ലെങ്കിൽ മക്കൾക്ക് വേണ്ടി അവർ ചെയ്ത ഒരു തെറ്റ് ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുത്ത് സ്വയം ശിക്ഷിക്കപ്പെട്ട് അങ്ങനെ, കാരണം അവരോടുള്ള സ്നേഹത്തെ പ്രതി അങ്ങനെ അത്തരത്തിലുള്ള ചില സംഭവങ്ങളോ അല്ലെങ്കിൽ കഥകളോ സിനിമയിലോ കഥകളിലോ ഒക്കെ നമ്മൾ വായിക്കുകയോ കാണുകയോ കേൾക്കുകയോ ഒക്കെ ചെയ്തിട്ടുണ്ടാകാം. ചിലപ്പോഴെങ്കിലും ചില അനുഭവങ്ങൾ നമ്മുടെയൊക്കെ വ്യക്തി ജീവിതത്തിൽ അത്തരത്തിൽ സംഭവിച്ചിട്ടുണ്ടാകാം. നമുക്കിത് മനസ്സിലാകണമെങ്കിൽ യേശുവിലേക്ക് നോക്കണം. യേശു ഏറ്റെടുത്ത സഹനം, ത്യാഗം, മരണം എന്ന് പറയുന്നത് അത് യഥാർത്ഥത്തിൽ മനുഷ്യവംശം മുഴുവനും ചെയ്തു കൂട്ടിയ പാപത്തിൻ്റെ ശിക്ഷയാണ്. ഈശോ ആ പാപത്തിൻ്റെ ഭാരം മുഴുവൻ ഏറ്റെടുക്കുകയായിരുന്നു. അതുകൊണ്ടാണ് കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത്, അവനിൽ നാം എല്ലാവരും അവിടുത്തെ നീതിയാകേണ്ടതിന് പാപമറിയാത്തവനെ ദൈവം പാപമാക്കി മാറ്റി. പാപമറിയാത്തവനെ ദൈവം പാപമാക്കി മാറ്റി. പാപമറിയാത്ത യേശുവിനെ പിതാവ് പാപമാക്കി മാറ്റിയെന്ന് കൊരിന്തോസ്കാർക്ക് എഴുതിയ 2-ാം ലേഖനം 5-ാം അധ്യായം 21-ാം വാക്യത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, യേശു എന്തിനു വേണ്ടിയിട്ടാണ് ഈ പാപം മുഴുവനും ഏറ്റെടുത്തത്? മനുഷ്യവംശം മുഴുവൻ ചെയ്ത പാപത്തിൻ്റെ ഉത്തരവാദിത്വം യേശു ഏറ്റെടുത്തത്, അഥവാ പാപത്തിൻ്റെ ശിക്ഷയും പരിണതഫലം മുഴുവൻ ഈശോ ഏറ്റെടുത്തത് ഒറ്റ ഉത്തരവേ ഉള്ളൂ, സ്നേഹം. സ്നേഹം ഉള്ളതുകൊണ്ടാണ്, സ്നേഹത്തെ പ്രതിയാണ് ഈശോ ഇതൊക്കെ ഏറ്റെടുത്തത്. അപ്പോൾ ഇവിടെ ആദത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താ കാണുന്നത്? ആദം ചെയ്ത പാപത്തിൻ്റെ ഉത്തരവാദിത്വം പോലും ആദം ഏറ്റെടുക്കാതെ അത് ഹവയിലേക്ക് ആരോപിക്കുന്നു. യേശുവിൻ്റെ കാര്യത്തിൽ, 2-ാം ആദം എന്നറിയപ്പെടുന്ന യേശുവിൻ്റെ കാര്യത്തിൽ എന്താ കാണുന്നത്? യേശു ചെയ്യാത്ത പാപത്തിൻ്റെ ഉത്തരവാദിത്വം യേശു ഏറ്റെടുക്കുന്നു. ലോകം മുഴുവൻ്റെയും പാപത്തിൻ്റെ ഉത്തരവാദിത്വം യേശു ഏറ്റെടുക്കുന്നു. ഇവിടെ ആദം ചെയ്ത പാപത്തിൻ്റെ ഉത്തരവാദിത്വം പോലും ആദം ഏറ്റെടുക്കുന്നതിന് പകരം ആദം ഇത് ഹവയിലേക്ക് ആരോപിക്കുന്നു. ഇതാണ് പറഞ്ഞത്, പരിഹരിക്കാൻ പറ്റാത്ത വിധത്തിൽ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാക്കും. ഭാര്യാഭർത്തൃ ബന്ധത്തിൽ പോലും ഏറ്റവും ആഴമായ ദൃഢമായ ബന്ധമായി ദൈവം രൂപകൽപ്പന ചെയ്ത ആ സ്നേഹബന്ധത്തിൽ പോലും വിള്ളലുണ്ടാക്കാൻ കാരണമായിത്തീരുന്നു പാപം എന്നുള്ളതാണ് പാപത്തിൻ്റെ ഒന്നാമത്തെ വലിയ ദുരിതഫലമായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു കഥ ഇങ്ങനെ കേട്ടിട്ടുണ്ട്, കഥയാകാനാണ് സാധ്യത. തമിഴ്നാട്ടിൽ പ്രചരിക്കുന്ന അല്ലെങ്കിൽ അവിടെയുള്ളൊരു കഥയായിട്ടാണ് അറിയപ്പെടുക, അങ്ങനെയാണ് കേട്ടിട്ടുള്ളത്. അവിടെ 2 ചെറുപ്പക്കാർ, രണ്ട് സഹോദരങ്ങൾ, അവർ ഐഡൻറ്റിക്കൽ ട്വിൻസ് എന്ന് പറയാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരേപോലെ, കാഴ്ചയിൽ എല്ലാ അർത്ഥത്തിലും ഒരേപോലെ ഇരിക്കുന്ന 2 സഹോദരങ്ങൾ, അല്ലെങ്കിൽ ഇരട്ട സഹോദരങ്ങൾ. ഈ ഇരട്ട സഹോദരങ്ങൾ രണ്ടുപേരും 2 തരം സ്വഭാവമാണെന്ന് മാത്രം. ഒരാൾ വളരെ നല്ലവനാണ്, ഒരാൾ എല്ലാ അർത്ഥത്തിലും ദുഷ്വൃത്തിയിൽ ജീവിക്കുന്ന, ദുഷ്പ്രവർത്തികളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ 2 പേരെയും നല്ല രീതിയിൽ വളർത്താൻ തന്നെയാണ് മാതാപിതാക്കൾ ശ്രമിച്ചത്. പക്ഷേ ഒരാൾ എത്ര ശ്രമിച്ചിട്ടും ആ മകനെ നല്ല രീതിയിൽ വളർത്താൻ മാതാപിതാക്കൾക്ക് സാധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, അവസാനം ഈ മാതാപിതാക്കൾ മരിക്കുന്നതിന് മുമ്പ് ഇവരിൽ ഈ നല്ലവനായി ജീവിക്കുന്ന മകനെ അടുത്ത് വിളിച്ചിട്ട് അപ്പനും അമ്മയും പറയണത്, ഞങ്ങൾക്ക് ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, ഞങ്ങളിതാ ഈ 2-ാമത്തെ മകനെ, അല്ലെങ്കിൽ ഈ ഐഡൻറ്റിക്കൽ ട്വിൻസിൽ 2-ാമത്തെ ആളെ നിന്നെ ഏൽപ്പിക്കുകയാണ്. നീ എങ്ങനെയെങ്കിലും ഇവനെ നന്നാക്കണം, എങ്ങനെയെങ്കിലും ഇവന് നല്ലൊരു മകനായിട്ട്, നല്ലൊരു സഹോദരനായിട്ട് നീ വളർത്തണം എന്ന് പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് ഈ അപ്പനും അമ്മയൊക്കെ മരിച്ചു പോവാണ്. പിന്നെ ഈ സഹോദരൻ്റെ ശ്രമം മുഴുവൻ തൻ്റെ സഹോദരനെ, തൻ്റെ അനിയനെ നല്ല രീതിയിൽ വളർത്താൻ വേണ്ടിയിട്ടായിരുന്നു. പക്ഷേ എത്ര ശ്രമിച്ചിട്ടും ഇവൻ നന്നായില്ല. അവസാനം ഒരിക്കൽ ഇവൻ എങ്ങനെയോ ഒരു അടിപിടി കേസിൽ പെട്ട് ഒരാളെ കൊലപ്പെടുത്തുകയാണ്. ഈ കൊല നടത്തി അവൻ വീട്ടിലേക്ക് ഓടി വരുന്നു. വീട്ടുകാർ ഏകദേശം സന്ധ്യ സമയമാണ്, രാത്രി സമയമാണ്. വീട്ടിലേക്ക് ഓടി വന്ന് ഇവൻ മുറിയിൽ കയറി വാതിലടച്ചു. ചേട്ടനെ വന്ന് കണ്ട് ചേട്ടൻ്റെ കാൽക്കൽ വീണു, എനിക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി, ഒരു അടിപിടിയിൽപ്പെട്ട് ഒരുത്തനെ ഞാൻ അറിയാതെ കൊന്നുപോയി, നാട്ടുകാർ ഇത് എന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. അത് പറഞ്ഞു തീരുമ്പോഴേക്ക് ഇതാ നാട്ടുകാരൊക്കെ ഇവരുടെ വീട് മുഴുവൻ വളഞ്ഞു. ആ വീട് മുഴുവൻ വളഞ്ഞു, പന്തങ്ങളും വടിവാളും അല്ലെങ്കിൽ ആയുധങ്ങളും ഒക്കെ ആയി അവനെ ഇറക്കി വിടുക, അവനെ ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞിങ്ങനെ ഒരു വല്ലാത്തൊരു യുദ്ധ സാഹചര്യം അവിടെ സൃഷ്ടിക്കപ്പെടുകയാണ്.
ചേട്ടനാകെ സങ്കടമായി, ഭയമായി. തൻ്റെ അനിയനെ ഇപ്പോൾ പുറത്തേക്ക് ഇറക്കി വിട്ടാൽ തീർച്ചയായും അവർ ഇവനെ കൊന്നുകളയുമെന്ന് മനസ്സിലായി. അദ്ദേഹം പറഞ്ഞു, നീ ഒന്നും പേടിക്കേണ്ട, ഞാൻ അവരെ കൈകാര്യം ചെയ്തോളാം, അല്ലെങ്കിൽ അവരുടെ അടുത്ത് ഞാൻ ചെന്ന് ഞാൻ സംസാരിച്ചോളാം, നീ ഒന്നും പേടിക്കേണ്ട, നീ തൽക്കാലം ബാത്റൂമിൽ പോയി ഒന്ന് കുളിച്ച് ഫ്രഷായിട്ട് വാ, അതുവരെ നമുക്കൊന്ന് ശാന്തമായിട്ടൊന്ന് കാത്തിരിക്കാം. അവൻ ബാത്റൂമിലേക്ക് പോകുമ്പോൾ അവന് പുതിയ ഒരു ഷർട്ടും പാൻറ്റും ഒക്കെ എടുത്തു കൊടുത്തു. എന്നിട്ട് അവനോട് നിൻ്റെ വസ്ത്രങ്ങളൊക്കെ ഇവിടെ അഴിച്ചു വയ്ക്കാൻ പറഞ്ഞു. അവൻ്റെ ആ ചോര പുരണ്ട, അല്ലെങ്കിൽ അടിപിടി കൂടുന്ന സമയത്ത് കീറിപ്പറഞ്ഞ ആ ഡ്രസ്സ്, അതുപോലെ തന്നെ ചോര പുരണ്ട ആ വസ്ത്രം അവിടെ അഴിച്ചു വെച്ചിട്ട് അവൻ കുളിക്കാൻ വേണ്ടി കുളിമുറിയിലേക്ക് പോയി. കുളി കഴിഞ്ഞവൻ പുറത്തിറങ്ങി മുറിയിൽ വന്ന് നോക്കുമ്പോൾ അവന് അഴിച്ചു വെച്ച വസ്ത്രം അവിടെ കാണുന്നില്ല. അവൻ മുറിക്ക് പുറത്തിറങ്ങി നോക്കുമ്പോൾ ചേട്ടനെയും കാണുന്നില്ല. അവൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ച ഇതാണ്: മുറി പുറത്തു നിന്ന് വാതിലൊക്കെ പൂട്ടിയിരിക്കുകയാണ്. ചേട്ടൻ പുറത്തിറങ്ങി നിൽക്കുന്നു. ഇവൻ നോക്കുമ്പോൾ താൻ ധരിച്ചിരുന്ന വസ്ത്രം, ആ കീറിപ്പറഞ്ഞ വസ്ത്രം, അല്ലെങ്കിൽ അടിപിടിയുടെ സമയത്ത് കീറിപ്പറഞ്ഞ വസ്ത്രം, ശരീരത്ത് മുഴുവൻ ചോര പുരണ്ട ആ വസ്ത്രം ഇതാ ധരിച്ചുകൊണ്ട് തൻ്റെ ചേട്ടൻ പുറത്തിറങ്ങി നിൽക്കുകയാണ്. അദ്ദേഹം ഈ ജനക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് സാവധാനത്തിൽ നടന്നു നീങ്ങുന്നു. എന്നിട്ട് കൈകൾ കൂപ്പി മുട്ടുകുത്തി ജനങ്ങളോട് പറയാണ്, ദയവായിട്ട് എന്നോട് ക്ഷമിക്കണം, എനിക്കറിയാതൊരു അബദ്ധം പറ്റിയതാണ്, എന്നെ ഉപദ്രവിക്കരുത് എന്ന് പറയുകയാണ്. സത്യത്തിൽ ചേട്ടൻ ഇവിടെ അനിയനായി അഭിനയിക്കുകയാണ്. അനിയനല്ല, അനിയൻ ചെയ്ത തെറ്റിൻ്റെ ആ പാതകത്തിൻ്റെ ഉത്തരവാദിത്വം മുഴുവൻ ഏറ്റെടുത്ത് അനിയനാണെന്ന് അഭിനയിച്ച്, പക്ഷെ ജനം ക്ഷമിക്കാൻ തയ്യാറായില്ല. അവർ ക്രൂരമായ വിധത്തിൽ അവനെ ജനങ്ങൾ മർദ്ദിച്ച് അവശനാക്കി. അനിയൻ ഇവിടെ നിന്നുകൊണ്ട് മുറിയിൽ നിന്നുകൊണ്ട് ഉറക്കെ വിളിക്കുന്നുണ്ട്, ഉപദ്രവിക്കലേ, അത് എൻ്റെ ജ്യേഷ്ഠനാണ്, അദ്ദേഹം അല്ല ചെയ്ത്, ഞാനാണെന്നൊക്കെ വിളിച്ചു പറയുന്നുണ്ട്. പക്ഷെ ആരും കേൾക്കുന്നില്ല. കാരണം അത്രയും വലിയ ശബ്ദ കോലാഹലമായിരുന്നു, ആർക്കും അത് കേൾക്കാനായിട്ട് സാധിക്കുന്നില്ല. അവസാനം അദ്ദേഹത്തെ മർദ്ദിച്ച് അവിടെ ഇട്ടിട്ട് അവരവിടെ നിന്ന് പോയി. പോലീസിനെ വിളിച്ചു, പോലീസുകാരെ ഏൽപ്പിച്ചു. അദ്ദേഹത്തെ പിന്നീട് ശിക്ഷിക്കപ്പെട്ടു. ഈ കൊലപാതകത്തിന് ശിക്ഷയായിട്ട് ജീവപര്യന്തം തടവിൽ വിധിക്കപ്പെട്ട് അങ്ങനെ അദ്ദേഹം അവിടെ കിടക്കുകയാണ്. കുറ്റബോധം കൊണ്ട് നീറിപ്പോകുന്ന മനസ്സുമായി ഈ അനിയൻ ചേട്ടനെ കാണാൻ വേണ്ടി ചെല്ലുന്നു. ചേട്ടനോട് പറഞ്ഞു, ഞാൻ ഈ ശിക്ഷ അർഹിക്കുന്ന വ്യക്തി ഞാനാണ്, ഞാൻ ഈ ശിക്ഷ ഏറ്റെടുത്തുകൊള്ളാം. ചേട്ടൻ സത്യമൊന്ന് തുറന്നു പറ, ഞാനിപ്പോൾ പറഞ്ഞാൽ ആരും അത് വിശ്വസിക്കുന്നില്ല. ഞാൻ ഒരുപാട് മനുഷ്യരോട് പറഞ്ഞു നോക്കി, പക്ഷേ ആരും ഇത് വിശ്വസിക്കുന്നില്ല. അന്നേരം ഈ ചേട്ടൻ പറഞ്ഞു, നീ ഒരിക്കലും ഇത് ആരോടും പറയാൻ പോകണ്ട, ഞാൻ ഈ ശിക്ഷിക്കേണ്ട ശിക്ഷ ഞാനിത് അനുഭവിച്ചു കഴിഞ്ഞതാണ്, നീ ഇത് പറഞ്ഞാൽ നീയും കൂടെ ശിക്ഷിക്കപ്പെടും, അതുകൊണ്ട് നീ ഇത് ആരോടും പറയേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞ്, നീ ഒറ്റ കാര്യമുള്ളൂ, അപ്പൻ്റെയും അമ്മയുടെ ആഗ്രഹം പോലെ, എൻ്റെ ആഗ്രഹം പോലെ നീ നന്നായാൽ മാത്രം മതി എന്ന് പറഞ്ഞ് ഈ അനിയനെ പറഞ്ഞു വിടുകയാണ്. ഇതൊരു കഥയാകും പക്ഷേ ഓർക്കുക, ഈ സ്നേഹമുള്ളിടത്ത് അവരുടെ തെറ്റിൻ്റെ ഉത്തരവാദിത്വം പോലും ഏറ്റെടുത്തു എന്ന് വന്നേക്കാം. നേരെ മറിച്ച് പാപം ചെയ്തു കഴിയുമ്പോൾ ബന്ധങ്ങളിൽ വിള്ളലുണ്ടാകാം. നമ്മളൊരു കാര്യം ഓർക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ഇതാണ്: ഞാനൊരു പാപം ചെയ്യുമ്പോൾ ആ പാപം ഒരു പക്ഷേ ദൈവത്തിനെതിരായിട്ടാണ് ചെയ്യുന്നത്, പക്ഷേ മനുഷ്യരുമായുള്ള ബന്ധത്തിൽ വിള്ളലുണ്ടാകാം. ഒരുപക്ഷെ ആ വ്യക്തികൾക്കെതിരെ ഞാൻ തെറ്റ് ചെയ്തിട്ടുണ്ടാകണമെന്നില്ല, എന്നിരുന്നാൽ പോലും അവരുമായിട്ടുള്ള ബന്ധം പോലും പാപം തകർത്ത് കളയുന്നു എന്നുള്ളതാണ് പാപത്തിൻ്റെ ഏറ്റവും ദൗർഭാഗ്യകരമായൊരു കാര്യം. ഉദാഹരണത്തിന്, ഒരു കുടുംബനാഥൻ തൻ്റെ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടി അന്യായമായ സ്വത്ത് സമ്പാദിക്കുന്നു എന്ന് കരുതുക. ഈ ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയിട്ടാണ് അദ്ദേഹം സമ്പാദിക്കുന്നത്. സത്യത്തിൽ അവരോടുള്ള സ്നേഹം കൊണ്ടൊക്കെ ആയിരിക്കും അദ്ദേഹം സമ്പാദിക്കുന്നത്. പക്ഷേ ഈ അന്യായമായ മാർഗം, തെറ്റായ മാർഗം അദ്ദേഹം അവലംബിക്കുമ്പോൾ, പാപം ചെയ്യുമ്പോൾ ദൈവത്തോടുള്ള ബന്ധം തകരുന്നു. അതിൻ്റെ അനന്തര ഫലമായി ഈ ഭാര്യയോട് ആർക്കു വേണ്ടി അദ്ദേഹം സ്വത്ത് സമ്പാദിച്ചോ അവരോടുള്ള ബന്ധം പോലും തകർന്നു പോവുകയാണ്, അവസാനം തകരും. അതാണ് പാപത്തിൻ്റെ പരിണതഫലമായി ഈ സംഭവത്തിൽ നിന്ന്, ഉൽപ്പത്തി പുസ്തകത്തിലെ സംഭവത്തിൽ നിന്ന് നമ്മൾ ധ്യാനിച്ച് മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാപത്തിൻ്റെ ഒരു വലിയ ദുരന്ത ഫലമായിട്ട് ഇതിനെ മനസ്സിലാക്കാം. രണ്ടാമത്തേത്, കുറ്റബോധത്താൽ വേട്ടയാടപ്പെട്ട് സമാധാനം നഷ്ടപ്പെടും. സമാധാനം എന്തെല്ലാം ഉണ്ടായാലും, സമ്പത്ത്, സ്ഥാനമാനങ്ങൾ, അധികാരം, പദവി, ആരോഗ്യം, സൗന്ദര്യം, എന്തെല്ലാം ഉണ്ടായാലും പാപം ചെയ്തവൻ്റെ സമാധാനം നഷ്ടപ്പെടും. സമാധാനം നഷ്ടപ്പെട്ടാൽ പിന്നെ എന്ത് കാര്യമുണ്ട് ജീവിതത്തിൽ? നമ്മളത് സംഖ്യയുടെ പുസ്തകം 32-ാം അധ്യായം 23-ാം വാക്യത്തിൽ വായിക്കുന്നു, നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടുമെന്ന് അറിഞ്ഞുകൊള്ളുക. വീണ്ടും സങ്കീർത്തന പുസ്തകം 38-ാം അധ്യായം 4-ാം വാക്യത്തിൽ വായിക്കുന്നു, എൻ്റെ അകൃത്യങ്ങൾ എൻ്റെ തലയ്ക്കുമീത് ഉയർന്നിരിക്കുന്നു, അത് എനിക്ക് താങ്ങാനാകാത്ത ചുമടായിരിക്കുന്നു. ഇതാണ് സമാധാനം നഷ്ടപ്പെടും. മൂന്നാമതായിട്ട്, ജീവിതം ദുരിതപൂർണ്ണമായി മാറും. പാപത്തിൻ്റെ ദുരന്തം. റോമാക്കാർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യം, തിന്മ പ്രവർത്തിക്കുന്ന ഏതൊരുവനും ക്ലേശവും ദുരിതവും ഉണ്ടാകും. ശക്തമായിട്ട് വചനം താക്കീത് ചെയ്യാണ്. നാലാമതായി, സാമ്പത്തിക ഭദ്രതയ്ക്ക് വൻ പ്രതിസന്ധിയിലാക്കും. സാമ്പത്തികമായ തകർച്ചയിലേക്ക് വ്യക്തി എത്തിച്ചേരും. അത് നമ്മൾ വായിക്കുക സുഭാഷിത പുസ്തകം 13-ാം അധ്യായം 21-ാം വാക്യത്തിലാണ്, പാപികളെ ദൗർഭാഗ്യം പിന്തുടരുന്നു, നീതിമാന്മാർക്ക് ഐശ്വര്യം പ്രതിഫലമായി ലഭിക്കുകയും ചെയ്യുന്നു. വീണ്ടും പാപത്തിൻ്റെ 5-ാമത്തെ ദുരന്തം എന്ന് പറയുന്നത്, പ്രയത്നങ്ങളും കഠിനാധ്വാനവും നിഷ്ഫലമായി
ശപിക്കപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചേരും. ശപിക്കപ്പെട്ട അവസ്ഥയിൽ എത്തിച്ചേരും. ഉൽപ്പത്തി പുസ്തകം 3:17 നീ മൂലം മണ്ണ് ശപിക്കപ്പെട്ടതായിരിക്കും, ആയുഷ്കാലം മുഴുവൻ കഠിനാധ്വാനം കൊണ്ട് നീ അതിൽ നിന്ന് കാലയാപനം നടത്തുകയും ചെയ്യും. പ്രിയപ്പെട്ടവരെ, ഇതാണ് നമ്മുടെ പ്രയത്നങ്ങളും കഠിനാധ്വാനങ്ങളുമെല്ലാം നിഷ്ഫലമായി തീർന്ന് ശപിക്കപ്പെട്ട ഒരു അവസ്ഥയിലേക്ക് എത്തിക്കും നമ്മളെ. പാപത്തിൻ്റെ ദുരന്തം അത് സംഭവിക്കും. വീണ്ടും നിയമാവർത്തന പുസ്തകം 28-20 വായിക്കുന്നുണ്ട്, നിന്റെ ദുഷ്കൃത്യങ്ങൾ വഴി കർത്താവിനെ ഉപേക്ഷിച്ചതിനാൽ നീ നശിക്കുന്നതുവരെ നിന്റെ എല്ലാ പ്രവർത്തനങ്ങളിന്മേലും ശാപവും ക്ലേശവും ശകാരവും അയക്കപ്പെടും. നീ ക്ഷണത്തിൽ നിശേഷം നശിച്ചുപോകും. എത്രയോ കഠിനമായ വാക്കുകളിലൂടെയാണ് ഈ പാപത്തിൻ്റെ ദുരന്തഫലത്തെ വചനം നമ്മുടെ മുൻപിൽ വെളിവാക്കുക. വീണ്ടും 6-മതായി, നിലവിലുള്ള ഉയർച്ച ഇല്ലാതായി പെട്ടെന്ന് അധപതിക്കും. ഇപ്പോഴൊരു പക്ഷേ ഉയർച്ചയിലായിരിക്കാം, പാപത്തിൻ്റെ ഫലമെന്ന പോലെ, അല്ലെങ്കിൽ ഒരു വ്യക്തി ഉയർന്നു നിൽക്കുന്നുണ്ടാകാം. പക്ഷേ അതിൻ്റെ ആത്യന്തിക ഫലം എന്ന് പറയുന്നത് നിലവിലുള്ള ഉയർച്ച തകർന്ന് തരിപ്പണമായി ആ വ്യക്തി അധപതിച്ചു പോകും. സങ്കീർത്തന പുസ്തകം 73:19 അവർ എത്ര വേഗം നശിച്ചു പോയി, ഭീകരതയാൽ അവർ നിശേഷം തൂത്തെറിയപ്പെട്ടു. അവർ എത്ര വേഗം നശിച്ചുപോയി, ഭീകരതയാൽ അവർ നിശേഷം തൂത്തെറിയപ്പെട്ടു. വീണ്ടും 7-മതായിട്ട് നമ്മൾ കാണുന്നു, ഒരു ഐശ്വര്യവും നിലനിൽക്കാത്ത സ്ഥിതി വരും. ഒരു ഐശ്വര്യവും നിലനിൽക്കാത്ത സ്ഥിതി വരുമെന്നാണ് വചനം പറയുക. സുഭാഷിതം 28:13 തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല. തെറ്റുകൾ മറച്ചു വയ്ക്കുന്നവന് ഐശ്വര്യം ഉണ്ടാവുകയില്ല. 8-മതായി, ഭാവി നശിക്കും. സുഭാഷിതം 24:20 തിന്മ ചെയ്യുന്നവന് ഭാവി ഇല്ല, ദുഷ്ടരുടെ വിളക്ക് അണഞ്ഞുപോകും. 9-മതായി, രക്ഷപ്പെടാനാകാത്ത വിധത്തിൽ തകർച്ചയിൽ പതിക്കും. സുഭാഷിതം 29:1 കൂടെ കൂടെ ഗുണദോഷിക്കപ്പെട്ടിട്ടും മർക്കടമുഷ്ടി പിടിക്കുന്നവൻ രക്ഷപ്പെടാനാകാത്ത തകർച്ചയിൽ പെട്ടെന്ന് പതിക്കും. ഇനി വീണ്ടും 10-മതായി, അപമാനിതനാവുകയും ശത്രുക്കളുടെ പരിഹാസപാത്രമാവുകയും ചെയ്യും. പ്രഭാഷകൻ 18:31 അധമവികാരങ്ങളിൽ ആനന്ദിച്ചാൽ നീ ശത്രുക്കൾക്ക് പരിഹാസ പാത്രമായി തീരും. വീണ്ടും 11-മത്, പ്രിയപ്പെട്ടതെല്ലാം കൈമോശം വന്ന് ജീവിതം പൂർണ്ണമായി നശിക്കും. സങ്കീർത്തനം 39:11 പാപം നിമിത്തം മനുഷ്യനെ അങ്ങ് ശിക്ഷിക്കുമ്പോൾ അവന് പ്രിയങ്കരമായിരുന്നതെല്ലാം അവിടുന്ന് കീടത്തെ പോലെ നശിപ്പിക്കുന്നു. വീണ്ടും 12-മതായി, രോഗം പിടിപെട്ട് അപ്രതീക്ഷിതമായി മരിക്കും. സങ്കീർത്തനം 38:3 അങ്ങയുടെ രോഷം മൂലം എൻ്റെ ശരീരത്തിൽ സ്വസ്ഥതയില്ല, എൻ്റെ പാപം നിമിത്തം എൻ്റെ അസ്ഥികളിൽ ആരോഗ്യവുമില്ല. പ്രിയപ്പെട്ടവരെ, പാപത്തിൻ്റെ പരിണിതഫലം എന്ന് പറയുന്നത് സർവനാശമാണ്. ഇനിയും ഇതുപോലെ എത്രയോ വചനങ്ങൾ, എത്രയോ കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഈ പരിമിതമായ സമയത്തിനുള്ളിൽ പറയാവുന്ന കുറച്ച് കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. പാപം സർവനാശം വരുത്തി വയ്ക്കും. ഇത് ഭയപ്പെടുത്താൻ വേണ്ടി പറയുന്നതല്ല. പിന്നെയോ നമ്മൾ അനുതപിച്ച് മാനസാന്തരപ്പെട്ട് ദൈവസന്നിധിയിലേക്ക് തിരിയാനും ദൈവം നൽകുന്ന കരുണ സ്വീകരിക്കാനും നമുക്ക് സാധിക്കണം. എന്നേക്കുമായി പാപത്തെ വെറുത്തുപേക്ഷിക്കാൻ സാധിക്കണം. ആധ്യാത്മിക ജീവിതത്തിൽ അഭിവൃദ്ധി പ്രാപിക്കാൻ പരിശ്രമിക്കണം. ആത്മീയമായിട്ട് വളർന്നു വരുവാൻ പരിപൂർണതയിലേക്കും പരിശുദ്ധിയിലേക്കും ദാഹിച്ച് ആഗ്രഹിച്ച് നമ്മൾ പരിശ്രമിച്ച് അങ്ങനെ പാപത്തെ എന്നേക്കുമായി ഉപേക്ഷിച്ചില്ലെങ്കിൽ പാപത്തിൻ്റെ ദുരന്തഫലങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വരും. ഓർക്കുക, പാപത്തിൻ്റെ ദുരന്തഫലം പാപം തരുന്ന ദുരന്തമാണ്, അല്ലാതെ ദൈവം തരുന്ന ദുരന്തമല്ല. പാപത്തിൻ്റെ ദുരന്തം പാപം തരുന്ന ദുരന്തമാണ്. ആ ദുരന്തത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് യേശു മനുഷ്യനായതും കുരിശിലേറിയതും മരിച്ചതും സഹിച്ചതുമൊക്കെ. അതുകൊണ്ട് യേശു കുരിശിലെ മരണത്തിലൂടെ നേടിത്തന്ന രക്ഷ അനുതാപവും പശ്ചാത്താപവും കുമ്പസാരവും വഴി നമുക്ക് നേടിയെടുക്കാനും വിശുദ്ധ ജീവിതം നയിക്കാനും സാധിക്കട്ടെ. ഈശോ എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.